എല്ലാവർക്കും നമസ്കാരം. മാർക്കറ്റ് സ്ട്രക്ചർ അനാലിസിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലവിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് ബാങ്ക് നിഫ്റ്റിയുടെയും നിഫ്റ്റിയുടെയും ആ ഗ്യാപ് ഫില്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഗ്യാപ് ഫില്ലിംഗ് കഴിഞ്ഞ് മാർക്കറ്റ് റിവേഴ്സൽ കണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി ഇന്നും ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി ഒരു ട്രയൽ നടത്തിയെങ്കിലും മാർക്കറ്റ് സൈഡ് വേസ് പോലെ തന്നെയായിരുന്നു നിന്നിരുന്നത്. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിലാണെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഗ്യാപ്പ് ഫില്ലിംഗ് നടന്നിട്ടില്ല. സപ്ലൈ ഹോൾഡിംഗ് ആയിട്ട് തന്നെ മാർക്കറ്റ് ഒരു കൺഫർമേഷൻ എടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഒരു ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും തമ്മിലൊരു ഫൈറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ക്യാൻഡിലും അതിന്റെ വിക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്ട്രഗ്ലിംഗ് ആണ് മാർക്കറ്റ് എന്നുള്ളത്. മുകളിലേക്ക് പോകാൻ വേണ്ടി ബയേഴ്സും ട്രൈ ചെയ്യുന്നുണ്ട്, താഴേക്ക് കൊണ്ടുവരാൻ വേണ്ടി സെല്ലേഴ്സും ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് ആവറേജ് ഓഫ് ആ ഒരു സോണിൽ തന്നെ നിൽക്കുന്നതല്ലാതെ നമുക്കൊരു കൺഫർമേഷൻ എടുക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. എന്നാൽ ബാങ്ക് നിഫ്റ്റിയുടെ ഷോർട്ടർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു 30 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് റിവേഴ്സിൽ തന്നൊരു ഹൈ ഒരു ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പുൾ ബാക്ക് എന്ന് വീണ്ടും ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. ദെൻ ഒരു പുൾ ബാക്ക് എന്ന് ലാസ്റ്റ് ഉണ്ടായിരുന്ന ഈ ഒരു ഡിമാൻഡ് സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 28-ാം തീയതി. സോ ബ്രേക്ക് ചെയ്തതോടുകൂടി ഒരു സെല്ലേഴ്സിന്റെ ഒരു ആധിപത്യം നമുക്ക് കാണാൻ പറ്റിയെങ്കിലും പിന്നെ തിരിച്ച് വീണ്ടും ബയേഴ്സ് തിരിച്ച് പുഷ് ചെയ്യാൻ നോക്കി മാർക്കറ്റിനെ. സോ ഈ ഒരു സോൺ വന്നിട്ട് ഡിമാൻഡ് ബിക്കം സപ്ലൈ എന്ന് പറയുന്ന പോലെ ഡിമാൻഡിൽ നിന്നും ഇപ്പൊ മാർക്കറ്റ് സെല്ലേഴ്സിന്റെ കയ്യിലായി, സപ്ലൈയുടെ കയ്യിലായി. സോ ആ സോണിനെ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ മാക്സിമം സെല്ലേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. ഈവൻ ഇന്നും ആ സോണിലേക്ക് മാർക്കറ്റ് വന്നു, മാക്സിമം താഴേക്ക് തന്നെ പുഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉള്ള ടൈമിൽ ബെറ്റർ ഓപ്ഷൻസിൽ, അതും കോൾ ഓപ്ഷൻ ആണോ പുട്ട് ഓപ്ഷൻ ആണോ ഏതാണ് നമ്മുടെ ഡയറക്ഷന് പ്രോപ്പർ ഒരു എന്താ പറയുക കൺഫർമേഷൻ കിട്ടാത്ത ടൈമുകളിൽ എപ്പോഴും സ്റ്റേ അവേ ഫ്രം ദ മാർക്കറ്റ്. ഞാൻ എന്നും ട്രേഡ് ചെയ്തിട്ടില്ല. ആക്ച്വലി നമ്മൾ ഈ ഒരു എന്താ പറയുക കൺഫർമേഷൻ എടുക്കാതെ ഒരു ട്രേഡ് എടുക്കുമ്പോൾ അതെപ്പോഴും റിസ്കി ആയിരിക്കും. ഒരു 50-50 ചാൻസിലാണ് നമ്മളത് ചെയ്യുക. സോ അതിന്റെ ആവശ്യമില്ല. കൺഫർമേഷൻ വരട്ടെ. ഇപ്പൊ മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തന്ന് മാർക്കറ്റ് ഈ ഒരു സോണിനെ ബ്രേക്ക് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. 3 തവണ ബ്രേക്ക് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്തു. മാർക്കറ്റ് റിവേഴ്സിലാവട്ടെ. റിവേഴ്സിലായി ഒരു ഫൈനൽ കൺഫർമേഷൻ കിട്ടി. ഹയർ ടൈം ഫ്രെയിംസിൽ നമുക്കൊരു എന്താ പറയുക മാർക്കറ്റ് ഓക്കെ ആണ് എന്ന് തോന്നുന്ന ടൈമിൽ നമുക്കൊരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. കമ്മിങ് ബാക്ക് ടു നിഫ്റ്റിയുടെ കേസിൽ പറയുകയാണെങ്കിൽ നിഫ്റ്റി നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സോൺ വന്നു, എന്താ പറയുക പുൾ ബാക്ക് തന്ന് മാർക്കറ്റ് ആ ഒരു സോണിനെ കവർ ചെയ്തു. ഈ ഒരു എന്താ പറയുക ഗ്യാപ്പ് ഉണ്ടായിരുന്നതിന് മാർക്കറ്റ് കവർ ചെയ്ത് മാർക്കറ്റ് റിവേഴ്സിലായി. ഇന്ന് നോക്കുകയാണെങ്കിലും ഇന്ന് മാർക്കറ്റ് അഗ്രസീവായിട്ട് മുകളിലേക്ക് തന്നെ പോവുകയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു സോൺ എപ്പോഴും മാർക്ക് ചെയ്ത് വെക്കുക. 24,300 മുതൽ 24,360, 70 എന്ന് പറയുന്ന ഒരു സോൺ ബ്രേക്ക് ചെയ്യാൻ വീണ്ടും സ്ട്രഗ്ലിംഗ് ഉണ്ടാവും. കാരണം അഗ്രസീവായിട്ട് സെല്ലേഴ്സ് അവിടെ ആക്റ്റീവ് ആവുന്ന സോണാണ്. സോ അതുകൊണ്ട് തന്നെ ഇനിയും വേണമെങ്കിൽ താഴേക്ക് മാർക്കറ്റ് വീഴാനും സാധ്യതയുണ്ട്. സോ ഈ ഒരു സോൺ ബ്രേക്ക് ആയതിനു ശേഷം ഒരു കൺഫർമേഷൻ എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് ട്രേഡിലേക്ക് എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്, സേഫ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ആയിട്ട് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തന്നൊരു അഗ്രസീവ് ഫോളോ തന്ന സോൺ ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്ലൈ കൂടുതലുള്ള, അല്ലെങ്കിൽ സെല്ലേഴ്സിന്റെ ആധിപത്യം കൂടുതലുള്ള, സെല്ലേഴ്സിന്റെ ആക്ടിവിറ്റി കൂടുതലുള്ള ഈ ഒരു സോണിൽ ബ്രേക്ക് ആവുന്നത് വരെ ബെറ്റർ വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ആവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ വാല്യൂ അല്ല കേട്ടോ, 24,500 എന്ന് പറയുന്ന വാല്യൂ ഒക്കെ ഒന്ന് ബ്രേക്ക് ആവുമ്പോൾ നമുക്കൊരു ബൈയിങ് സോണിലേക്ക് മാർക്കറ്റ് എത്തി, അല്ലെങ്കിൽ ബയേഴ്സിന്റെ കൺട്രോൾ എടുത്തു എന്നുള്ളത് നമുക്കൊരു ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നതാണ്. സോ ഇതാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ചാർട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ. നമ്മുടെ ഇത് എന്താ പറയുക ബാങ്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ HDFC ബാങ്ക് സെയിം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്ന ഫില്ല് ചെയ്യാൻ വേണ്ടി ട്രയൽ നടത്തുന്നത് പോലെ തോന്നി. പക്ഷേ സെയിം സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു, ഫൈറ്റ് നടക്കുകയാണ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് തമ്മിൽ. ICICI ബാങ്ക് സെയിം അതുപോലെ തന്നെ ആ സോണിൽ തന്നെ നിൽക്കുകയാണ്, വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. കൊട്ടാക് ബാങ്കും അതുപോലെ തന്നെ ചെറിയൊരു ബെയറിഷ് ട്രെൻഡ് കാണിച്ചെങ്കിൽ പോലും ഒരു ബെയറിഷ് മൊമെന്റം ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ആസ് പെർ ദ എന്താ പറയുക നമ്മുടെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ ഒരു ഹൈ ഇതായിരുന്നു. ഹൈ ബ്രേക്ക് ചെയ്തതോടുകൂടി മാർക്കറ്റിൽ ഒരു ക്യാരക്ടർ ചേഞ്ച്, അല്ലെങ്കിൽ ഒരു ബയേഴ്സിന്റെ കൺട്രോൾ എടുത്തതുപോലെ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട്. സോ ഇതൊരു പുൾ ബാക്കും ആകാം. സോ അതുകൊണ്ട് തന്നെ കൺഫർമേഷൻസ് എടുത്തുകൊണ്ട് എപ്പോഴും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ഇൻഡെക്സ് ആൻഡ് ബാങ്കുകളുടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ട്രേഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴാണോ നമുക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ജോലി. നമ്മളെപ്പോഴും അഗ്രസീവ്നെസ് കാണിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം അഗ്രസീവായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്യും. സോ നമ്മുടെ ഒരു കൺഫർമേഷൻ എടുത്ത് ഷോർട്ടർ ടൈം ഫ്രെയിമിൽ ഒരു ഡബിൾ കൺഫർമേഷൻ കിട്ടി, ഒരു നല്ലൊരു പ്രോപ്പർ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നൊക്കെ ഒരു എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡ് എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. സോ ഇതാണ് നമ്മുടെ നോർമലി ഇൻഡെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി അടുത്ത് നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും പറയുന്ന പോലെ 1-2 സ്റ്റോക്കുകളെ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റഡീസിൽ ഞാൻ മനസ്സിലാക്കിയ സ്റ്റോക്കുകളെ പറയുന്നേ ഉള്ളൂ. ഒരിക്കലും ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാം, അത്രയേ ഉള്ളൂ. സോ അതിൽ ആദ്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ONGC അഥവാ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. സോ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഏകദേശം ഒരു
29-30% ഫോൾ കഴിഞ്ഞ് മാർക്കറ്റ് ചെറിയൊരു റിക്കവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ റിക്കവറി കൺഫർമേഷൻ ആയോ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഇല്ല. ഏകദേശം 260, 259, 260 എന്ന് പറയുന്ന സോണിന് മുകളിലേക്കൊക്കെ ആണെങ്കിലാണ് ഞാൻ മുകളിലേക്ക് വോളിയത്തോടു കൂടി നല്ലൊരു വോളിയം, ഹൈ വോളിയത്തോടു കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിലാണ് ഞാനത് കൺസിഡർ ചെയ്യുക. അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏകദേശം 240 രൂപയോളം എന്റെ സ്റ്റോപ്പ് ലോസ് വയ്ക്കും. ഒരു 20 റുപ്പീസ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കുന്നത് 293, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് 320, 25 എന്ന് പറയുന്ന റേഞ്ച് ആയിരിക്കും എന്റെ പേഴ്സണൽ വ്യൂവിൽ. അത് ഫണ്ടമെന്റലി നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം നല്ല വാല്യൂസ് ആണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ROE എല്ലാം നന്നായിട്ടുണ്ട്. എന്താ പറയുക, FISൽ നിന്നും DIS കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്, ഷെയർസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ PG ratio 1 താഴെ, അങ്ങനെ ഒരുപാട് ക്വാളിറ്റി ഉള്ള കുറച്ച് വാല്യൂസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. സോ ONGC അത്യാവശ്യം കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബൈങ് സോണിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. അടുത്തതായി പറയുകയാണെങ്കിൽ കാസ്ട്രോൾ ഇന്ത്യ എന്ന് പറയുന്ന കാസ്ട്രോളിന്റെ സ്റ്റോക്കാണ്. കാസ്ട്രോൾ സ്റ്റോക്കും ഫണ്ടമെന്റലി നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രി പിയേക്കാളും നമ്മുടെ നോർമൽ PE കുറവാണ്. ഒപ്പം ROE നല്ല വാല്യൂസ് ഉണ്ട്. കഴിഞ്ഞ റിസൾട്ട്സിലെല്ലാം പ്രോഫിറ്റബിൾ ആണ്, അല്ലെങ്കിൽ നല്ല റിസൾട്ട്സ് ആണ് പബ്ലിഷ് ചെയ്തതെങ്കിൽ പോലും ഈ പറയുന്ന കാസ്ട്രോൾ ഇന്ത്യയുടെ ടെക്നിക്കലി ആ ഒരു പെർഫോമൻസ് കാസ്ട്രോൾ കാണിച്ചിട്ടില്ല. സോ ഇപ്പോൾ റിവേഴ്സൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഈ കാസ്ട്രോൾ ഇന്ത്യയുടെ കേസിലാണെങ്കിലും ഏകദേശം 220, 219 എന്ന് പറയുന്ന റേഞ്ച് ബ്രേക്ക് ആവുകയാണെങ്കിൽ, അതും വിത്ത് പ്രോപ്പർ വോളിയത്തിൽ ബ്രേക്ക് ആവുകയാണെങ്കിൽ മാത്രമേ ഞാനത് കൺസിഡർ ചെയ്യത്തുള്ളൂ. അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഞാൻ ഏകദേശം ഈ പറയുന്ന പോലെ ഒരു 30-40 പോയിന്റ്, 184, 185 എന്ന് പറയുന്ന ഒരു ലോയുടെ താഴെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് കയറാനാണ് ഉദ്ദേശിക്കുന്നത്. മൈ ഫസ്റ്റ് ടാർഗറ്റ് വിൽ ബി ലൈക്ക് 1:1.5, 275 എന്ന് പറയുന്ന സോൺ ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് എൻ്റെ എൻട്രി പോയിന്റ് ഞാൻ പ്ലേസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പ്ലേസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. ഞാൻ സാധാരണ ഇതിൽ ഇങ്ങനത്തെ ഒരു സോൺ വരുമ്പോൾ നോർമൽ കേസുകളിൽ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തൊരു അലേർട്ട് ഇടും. അലേർട്ട് ഹിറ്റ് ആയതിനു ശേഷം ഞാൻ അത് മാർക്കറ്റിൽ അപ്പോഴും പ്രോപ്പറായിട്ട് ഫണ്ടമെന്റലി എല്ലാം ഓക്കെയാണ്, മാർക്കറ്റ് വോളിയത്തോടു കൂടിയാണ് ബ്രേക്ക് ആവുന്നത്, ആളുകൾ എൻ്റർ ആയിട്ടുണ്ട് എന്നൊരു കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ട്രേഡ് പ്ലേസ് ചെയ്യാറുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോക്കുകളുടെയും ഇൻഡെക്സുകളുടെയും ബാങ്കുകളുടെയൊക്കെ ഒരു അവസ്ഥ. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഇതിലുള്ള ഏറ്റവും വലിയ ഒരു നിങ്ങളിത് എന്താ പറയുക, പരിശീലിക്കേണ്ട ഒറ്റ കാര്യം ക്ഷമ എന്ന് പറയുന്നതാണ്. മാക്സിമം പേഷ്യൻസോട് കൂടി ഒരു എന്താ പറയുക ട്രേഡിൽ എൻ്റർ ആവാൻ ശ്രമിക്കുക. എപ്പോഴും നമുക്കുള്ള ഇരയെ, ഒരു ചൂണ്ടക്കാരൻ ഇര കൊടുത്തിട്ട് മീനിനെ വെയിറ്റ് ചെയ്യുന്ന പോലെ നമുക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എപ്പോൾ ഓപ്പർച്യൂണിറ്റി വരുന്നോ അപ്പോൾ മാത്രം എൻട്രികളിലേക്ക് പോവുക. ഇതിന്റെ പേഴ്സണൽ വ്യൂ ആണ്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നമുക്ക് അടുത്ത് നല്ല നല്ല വ്യൂസും നല്ല ബാങ്ക് നിഫ്റ്റിയുടെയും നല്ല അനാലിസിസിൽ നല്ലൊരു പ്രോപ്പർ എൻട്രി സെറ്റപ്പ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് എ ലോട്ട്.